കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് തൃശ്ശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, തൃശ്ശൂർ MLA AP ബാലചന്ദ്രൻ, തൃശ്ശൂർ മേയർ MK വർഗീസ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചേർന്നാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ തെരഞ്ഞെടുത്തത്. വീക്കിലി ബെമ്പർ സമ്മാനമായ 25 പവൻ സ്വർണത്തിന് ഗ്രിജി ബാബു അർഹയായി. 100 പവൻ സ്വർണം, 12 കാറുകൾ, 30 ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണുകൾ. ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന വലിയ സമ്മാന പദ്ധതിയാണ് കല്യാൺ സിൽക്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് തൃശ്ശൂരിൽ നടന്നു. ഒന്നാം സമ്മാനമായി നൽകുന്ന 25 പവൻ നറുക്കെടുപ്പ് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വീക്കിലി ബമ്പർ സമ്മാനമായ 25 പവൻ സ്വർണത്തിന് ഗ്രിജി ബാബു അർഹയായി. സിസി മരിയ ആന്റണി, രാജേശ്വരി അമ്മ, റസീന VP എന്നിവരാണ് വീക്കിലി സമ്മാനമായ കാറുകൾ സ്വന്തമാക്കിയത്. എറിക്ക കാത്തറിൻ പയ്യന്നൂർ കടയിൽ നിന്നുള്ള ആൾക്കാണ് ആദ്യത്തെ സമ്മാനം കിട്ടിയിട്ടുള്ളത്. പവിത്ര ആറ്റിങ്ങൽ കല്യാൺ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്ത ആൾക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. ദക്ഷ് ഹരീഷ് കല്യാൺ സിൽക്സിന്റെ കോട്ടയം ഷോറൂമിൽ നിന്നാണ്. സമ്മാന പദ്ധതി പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് കല്യാൺ സിൽക്സ് കൃത്യമായി നൽകുന്നുണ്ട് എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കല്യാൺ ലോകത്തെല്ലായിടത്തും തൃശ്ശൂരിൻ്റെയും വിശിഷ്യ മലയാളികളുടെയും നാമം അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇതിനേക്കാൾ നല്ല പട്ട് സ്വർണ്ണങ്ങളിൽ മാത്രം എന്ന് സ്വാമി പ്രഖ്യാപിച്ചപ്പോൾ കേരളം മുഴുവൻ അത് ഏറ്റെടുത്തു. ഇതിനേക്കാൾ നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പരസ്യം വന്നപ്പോൾ കേരളം മുഴുവൻ അത് ഏറ്റെടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സ്വാമിയോട് വിളിച്ചു പറഞ്ഞു, ഇരട്ട മധുരം പാലക്കാട്ടുകാർക്ക് കൊടുക്കുകയാണെന്നുള്ള പുതിയ പരസ്യത്തിലൂടെ വീണ്ടും നാടുകൾ നമ്മൾ താണ്ടുകയാണ്. കടലുകൾ കിടന്ന ലോകത്തിൻ്റെ എല്ലായിടത്തും കല്യാണിൻ്റെ വിശ്വസ്തത എത്തിച്ചേർന്നു എന്നുള്ളത് തൃശ്ശൂർ കച്ചവട രംഗത്ത് ഉയർത്തിപ്പിടിക്കുന്ന സമുജ്വലമായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ. ആദ്യ നറുക്കെടുപ്പ് ഭംഗിയായി നടത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ പറഞ്ഞു. ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ വാരത്തെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ഇത് 2014 മുതൽ ഈ ഓണക്കോടിക്കൊപ്പം ആദ്യം 1 കോടിയായി, പിന്നെ ഒരു 1.5 കോടിയായി, ഇപ്പോൾ 2 കോടിയാണ് ഓരോ കൊല്ലവും ഞങ്ങൾ സമ്മാനമായി നൽകുന്നത്. ഈ പ്രാവശ്യം ഒരു മാറ്റം, ബമ്പർ സമ്മാനത്തിന് പകരം ആഴ്ചയിലാണ് സമ്മാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ പേർക്ക് സമ്മാനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നാം സമ്മാനം 100 പവനെ 4 ആഴ്ചകളായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് തന്നെ 25 പവനാണ് ഒന്നാം സമ്മാനം കൊടുത്തത്. തൃശ്ശൂർ MLA P ബാലചന്ദ്രൻ, തൃശ്ശൂർ മേയർ MK വർഗീസ്, കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തൃശ്ശൂർ.